നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈ സെൻട്രലാണ് റെയിൽവേ സ്റ്റേഷൻ. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, അതായത് ധാരാവിയിൽ നിന്ന് ഞങ്ങൾ മുംബൈയിലേക്ക് വന്നു. അതായത് മെട്രോയിലാണ് ഞങ്ങൾ വന്നത്. മെട്രോയിൽ നിന്ന് 10 രൂപ, ധാരാവിൽ നിന്ന് മെട്രോയിൽ നിന്ന് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മുംബൈ സെൻട്രലിലെത്താം. കാരണം ഒരുപാട് ബസ് സർവീസൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും കൂടുതൽ മെട്രോ ആണ് എല്ലാവരും കയറുന്നത്. മെട്രോ ആണ് സൗകര്യം യാത്ര ചെയ്യാൻ. ബസ്സാകുമ്പോൾ ഇങ്ങനെ ഈ സ്റ്റേഷനിൽ കൂടെ എത്താൻ എളുപ്പമല്ല, പല പല ട്രാഫിക് ബ്ലോക്കുകളും എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. മെട്രോ ആകുമ്പോൾ കറക്റ്റ് എത്തുകയും ചെയ്യും, അധികം റേറ്റും ഇല്ല. അപ്പോൾ നല്ല സൗകര്യമാണ് ഈ മെട്രോ എന്ന് പറയുമ്പോൾ. എനിക്ക് വരുമാനം മനസ്സിലായി, ഫാനൊക്കെ ഇട്ട് സുഖമായിരിക്കുക. ഒരു സ്റ്റോപ്പിൽ 5 മിനിറ്റേ ഉള്ളൂ. ടിക്കറ്റ് എടുക്കേണ്ട ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൂ നമുക്ക്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 10 രൂപയാണ് ധാരാവിൽ നിന്ന് മുംബൈ സെൻട്രലിലേക്ക് മെട്രോയിലെ റേറ്റ് വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞറിയിച്ച പേരുകളൊന്നല്ല ഇവിടെ സംസാരിക്കുന്നത്. മുംബൈ എന്ന് പറഞ്ഞാൽ പാൻവേൽ എന്ന് പറഞ്ഞാൽ വേറൊരു സെറ്റപ്പ് ട്രെയിൻ ഇറങ്ങിയത്. ഇത് മുംബൈ സെൻട്രൽ, അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് മുംബൈ സെൻട്രലിലേക്ക് ട്രെയിൻ കിട്ടില്ല, വേറെ സ്ഥലത്തേക്കാണ് ഇറങ്ങുക. അതുപോലെ ഒരുപാട് സ്ഥലമൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനത്തെ പേരിവിടെ അറിയില്ല. ഇപ്പോൾ ഞങ്ങൾ റെഡ് സ്ട്രീറ്റിൽ നിന്ന് ചോദിച്ചു, ഇവിടെ ആർക്കും അറിയണില്ല റെഡ് സ്ട്രീറ്റ് സ്ഥലം ഏതാണെന്ന്. എന്നിട്ട് യൂട്യൂബിൽ വീഡിയോ ചെറിയ പിള്ളേർ കാണിച്ചു കൊടുത്തപ്പോഴാണ് കാമാത്തിപുര എന്ന് പറഞ്ഞത്. അപ്പോൾ കാമാത്തിപുര എന്ന പേര് അങ്ങനെ കിട്ടിയത്. അങ്ങനെ കാമാത്തിപുരയ്ക്ക് വരാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ മുംബൈ സെൻട്രലിലേക്ക് വന്നുള്ളത്. ഇനി ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ കാമാത്തിപുരയായി. നൈറ്റ് എത്താൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഫുഡാണ് കഴിക്കണ സ്റ്റൈൽ കണ്ടില്ലേ? പഴം, ഓട്സ്, കാഫിലിട്ടു. വയറിന് പറയും നല്ല പ്രോട്ടീനുകൾ വേണ്ടത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ പോകുന്നത് കാമാത്തിപുര, അതായത് നമ്മൾ പറഞ്ഞ റെഡ് സ്ട്രീറ്റിലേക്കാണ് നമ്മൾ പോകേണ്ട യാത്ര. റെഡ് സ്ട്രീറ്റ് ഇവിടുന്ന് 2 അടി നടക്കാനുള്ളൂ, പോവാം. മുംബൈ സെൻട്രലിൻ്റെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ഒരു 40 നില ഉണ്ട്. എണ്ണി നോക്കിയിട്ട് പറഞ്ഞാണ് 40 നില. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ വേണം പോവാൻ. അതായത് 1.7 കിലോമീറ്ററാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് മുംബൈ കാമാത്തിപുരയിലേക്കുള്ളത്. അതിന് നേരെ പോവാം. മുംബൈയിൽ എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും കാമാത്തിപുരയിലേക്ക് വരാൻ ഒരു മാർഗം മുംബൈ സെൻട്രലിലേക്ക് വരിക. മെട്രോ സർവീസ് ഉണ്ട്. ഒരു 10 രൂപ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മെട്രോയിൽ കറക്റ്റ് മുംബൈ സെൻട്രലിലേക്ക് എത്തിക്കാവുന്നതാണ്. ബസ് സർവീസ് ഒന്നും നോക്കണ്ട, ചീറ്റി പോകണ്ട. പിന്നെയെന്ന് പറയുമ്പോൾ വേറൊരു കേസുണ്ട്. റെഡ് സ്ട്രീറ്റ് എന്ന് പറയരുത് ഇവിടെ ആൾക്കാർ വഴി വയ്ക്കുമ്പോൾ, കാമാത്തിപുര എന്ന് പറയണം. അത് മുംബൈ സെൻട്രലാണുള്ളത് പ്രത്യേകത. അപ്പോൾ ഗൂഗിൾ മാപ്പിലൊക്കെ കാണാം. കാമാത്തിപുര എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ വരും. ആ മാപ്പ് നോക്കി നടന്നു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ എത്തും. മെയിനായിട്ട് അവിടെ ഫുഡ് നന്നായിട്ടുണ്ട്, എപ്പോൾ അവിടെ ചെയ്യാം. നൈറ്റ് ഫുഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പിന്നെ സെക്സ്പരമായിട്ടുള്ള വേറെ കാര്യങ്ങളൊക്കെ, അതിലൊക്കെ നേർപ്പെടാണ്ടിരിക്കുകയാണ് നല്ലത്. എയ്ഡ്സ്, HIV പല പല രോഗങ്ങളൊക്കെ വരും. ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങളിത് കാണാൻ വേണ്ടി പോകുന്നത് മാത്രം. അപ്പോൾ ഇതിലൊന്നും ഏർപ്പെടണ്ട, ഇതൊക്കെ കാണിച്ചു തരാമെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ദേശീയ പതാകയുണ്ട്. ഇവിടെ ഫ്ലാഗ് ബിൽഡിങ്ങിൻ്റെ അടിയിലാണ്. ബിൽഡിംഗ് കാണാണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷൻ രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ അത് ഇറക്കണ്ടില്ലേ? കുറച്ച് റിച്ച് അല്ലേ ഇത്? അടിപൊളി കളർഫുള്ളായിട്ടുണ്ട്. മേലെ നിന്ന് ചാടിക്കഴിഞ്ഞാലേ ആ സെൻട്രലിൽ എത്തുമ്പോൾ അറ്റാക്ക് വന്ന് മരിക്കും. ബോഡി മാത്രമേ എത്തുള്ളൂ. അതാണ് ചാടൻ്റെ പ്രത്യേകത. മുംബൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അന്തം വിട്ട് പോകുന്നുണ്ട് ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ ഒരു ഗംഭീര ബിൽഡിങ്ങാണ്, നല്ലൊരു ആർട്ട് വർക്കൊക്കെ ആയിട്ടുള്ള. പെയിൻ്റ് അടിച്ചാൽ ഉഷാറായി. ആകെ വണ്ടിയും തിരക്കും ബഹളവും ഒക്കെയാണ്. ഒരു ഏരിയയാണ് റയർ. അവിടെ കണ്ടില്ലേ ബിൽഡിങ്ങുകൾ? ഇവിടെ തിരുമ്പ് മാപ്പ് നോക്കണം. മട്ടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഏകദേശം കാമാത്തിപുരയുടെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ച് ഡേഞ്ചർ പിടിച്ച ഏരിയയാണ്, നമ്മൾ ശ്രദ്ധിക്കണം. വീട് പിടിച്ച് കഴിഞ്ഞാൽ നല്ല ഇടിയിടുന്ന ഏരിയയാണ്. അപ്പോൾ ദിവസം ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കാമാത്തിപുരയാണ് ആ ഒരു ഏരിയ. 23 അതിന് 3000 വളരെ പലതാ പറയണേ. ഒന്നിനും വീഴാണ്ടിരിക്കാൻ നല്ലത്. എങ്ങനത്തെ സാധനം നമുക്കെന്നെ അറിയില്ല. തലവേദനയാവും. സ്ട്രീറ്റ് ഫുഡ് കേട്ടോ. ഇവിടെ കുറെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഉണ്ട് കേട്ടോ. വൈബ്. ഇവിടുത്തെ സ്ട്രീറ്റാണ് സംഭവം. കാമാത്തിപുര
ആളും തിരക്കുമ്പോൾ അവളും നൈറ്റൊക്കെ അടിപൊളിയായി വാറായി വിഷ്ണുത കഴിക്കണം. ഞാൻ തിന്നണം. ഇത് കമ്മത്തിപ്പുള്ള സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വേറൊരു വൈബ് തന്നെ. ഇവിടെ കുറേ തുണികളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ സെൻറ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ഈ ഒരു ഏരിയക്കൊക്കെ നമുക്ക് പോകാം. കുറേ സെക്ഷനുകളാണ് ഇവിടെ. പിന്നെ അവിടെ പിന്നെ ഏജന്റുമാർ നമ്മളെ പിടിക്കുകയാണ്. നമുക്കൊന്ന് മൊബൈൽ എടുത്ത് നടക്കാൻ തന്നെ പറ്റില്ല. സ്ട്രീറ്റ് കുഴപ്പമില്ല, നല്ല രസമുള്ള സ്ട്രീറ്റുകളാണ്. നൈറ്റ് ലൈഫ് എന്നൊക്കെ അടിപൊളിയാണ്. പൊളി ഡ്രസ്സുകളൊക്കെ കണ്ടില്ലേ, കളക്ഷൻ ഓരോരോ ഡ്രസ്സുകളാണ്. ഇത് കുഴപ്പമില്ല, ഏരിയ അടിപൊളി ഏരിയ അല്ലേ. ഫുള്ള് നൈറ്റ് ഓണാണ്. മാലകള് ഫുള്ള് ബിൽഡിംഗ് അല്ല. ഇപ്പൊ ഒരു ശല്യമല്ല മോനെ. ഷോപ്പിംഗ് ഏരിയ, ജീൻസ്, അങ്ങനെ കുറെ കുറെ കളക്ഷൻ. പകല് വേറൊരു വൈബാണ് ഇവിടെ, രാത്രി അതിന് വലിയ വൈബ്. കാണാൻ മാത്രം ഉണ്ട് കേട്ടോ അവിടെ. അയ്യോ ഏരിയ കടന്നൂല്ലേ അവരുടെ ശല്യം. ആവൂ അങ്ങോട്ട് പോയോക്കല്ലേ. അവിടെ എന്താ ലോകം. ഒരു ഫ്രീഡം കിട്ടുമ്പോഴേ എന്തോ ഭയങ്കര സന്തോഷാട്ടാ. ഫുള്ള് കച്ചവടക്കാരാണ് ഈ ഏരിയയില്. നൈറ്റ് പൊളിയാണ്. മുംബൈ കോവിലാണ് ഇവിടെ. ഇത് ഡീസന്റ് ഏരിയ ആണ്. ഞാൻ അതിന്റെ പറഞ്ഞിരുന്നില്ലേ, കുട്ടി പോയില്ലേ, കുട്ടീനെ കണ്ണടിക്കുക. ഓ എന്താ അതിന് പറയാ, ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചാൽ എന്താ പറയാ? പോസ്കോ 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 കേസാവൂട്ടാ. നോക്കിയാൽ തന്നെ കേസാവും. ആ 8 മണിയായി. വൈബ് തന്നെ. നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഷോപ്പിങ്ങിനൊക്കെ പറ്റിയ നല്ല ഏരിയ. ഫുള്ള് ഓണായിട്ട് ഇവരെ എയിമല്ലേ. മറ്റേത് നടക്കാനും പറ്റണില്ല. ഏകദേശം യാത്രയൊക്കെ അവസാനിപ്പിച്ചു കേട്ടോ. മറ്റേത് നമുക്കുണ്ട് ഏരിയ കടന്നാനെ പെട്ടു എന്നാ ഏജന്റുമാർ വളഞ്ഞിട്ടേ 100 തരാം, 200, 300 അല്ലേ, 400, ചിലർ 2000 രൂപ. അവർ റൂമിൽ പോയാൽ മതി. കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികളുണ്ട്, കേരളത്തിലെ കുട്ടികളുണ്ട്, തമിഴ്നാട്ടിലെ കുട്ടികളുണ്ട്, കർണാടകയിലെ കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശല്യമായിരുന്നു. ഇവൻ്റെ അടുത്തേക്കാണ് കൂടുതൽ ശല്യങ്ങൾ വരുന്നത്. ഞാൻ കുറച്ച് ഡീസൻസി ഒക്കെ ഒന്ന് കളഞ്ഞ് തൊപ്പിയൊക്കെ മാറ്റി മൂട്ടിയൊക്കെ ഒന്ന് പറത്തിയിട്ട് കണ്ണാട കൂടി വെച്ച് താനി ലോക്കലായി ഞാൻ. അല്ലെങ്കിൽ നടക്കില്ല. ഒക്കെ വന്ന് മുട്ടണേ. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും ഒരു എയിം തന്നെ. കുറെ നല്ല നല്ല അടിപൊളി ക്രാവുകളൊക്കെ നല്ല രസമുണ്ട്. പൊളി പൊളി. നമ്മളെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ, പെർഫോമൻസ് ഒന്നുമില്ല. ആസ്വദിക്കുക പോരുക, വേറൊരു കളിയില്ല. ഫ്രൂട്ട്സ് കച്ചവടം ഫുള്ള് ഓണാണ്. വൈബ്. ഞങ്ങൾ വഴിയൊക്കെ മാറിപ്പോയെന്ന് തോന്നുന്നു, വേറൊരു സ്റ്റേറ്റിലേക്ക് എത്തി. ഇവിടെയും കച്ചവടങ്ങളും ഇതൊക്കെ തന്നെയാണ്. വേറൊരു പൊളി തന്നെ. വഴിയൊക്കെ മാറിപ്പോയല്ലോ. വന്ന വഴി തന്നെയാണോ? തന്നെയാണോ? അതല്ല തന്നെയാണോ? നേരെ പോയേക്കാം. ഇതൊക്കെ ഇവിടുത്തെ പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തി. സംഭവം നമ്മൾ വഴിയേറ്റി വന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളിത് എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയാണ്ട് തന്നെ നടക്കുക തന്നെയാണ്.
ഏകദേശം ഇതിനടുത്ത് എത്തിയിട്ടുണ്ട്. എന്നാണോ വഴി വളഞ്ഞിട്ടാണോ? ആ ഏകദേശം കാമാത്തിപ്പുഴയുടെ പിടിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയിടവനെ ഏകദേശം തന്നെയെന്ന് തോന്നുന്നു. അതന്നെ കാമാത്തിപ്പുഴ ഏകദേശം കേട്ടോ. ആ വരുന്നത് ആ തന്നെയാണ്. ആ ഇതന്നെ. ആ നമ്മൾ കറക്റ്റ് ബോട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഉത്സവമുള്ളത് ഇതാണ് കാമാത്തിപുരം മെയിൻ ആയിട്ട്. ആ അങ്ങനെ ഞങ്ങൾ കാമാത്തിപുരം നിങ്ങളുടെ ഇറങ്ങിയിട്ടാ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കാമാത്തിപുര എന്ന് പറഞ്ഞത്. അയ്യോ രക്ഷയില്ല. നമുക്കവിടെ ഫോണൊന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല. നല്ല ഇടി കിട്ടും. നല്ല ഇടി കിട്ടും. അപ്പം ഫോൺ എടുത്തില്ല. പിന്നെ ട്രാൻസ്ജെൻഡറൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഫോണൊക്കെ എടുത്തപ്പോൾ കലിപ്പായി തുണിയൊക്കെ പൊക്കി കാണിക്കുകയാണ്. അങ്ങനത്തെ കുറേ സീനൊക്കെ ഉണ്ട്. സംഭവം നൈസ് ഏരിയ തന്നെ. ഒരു എന്താ പറയുക, വേറൊരു ലോകത്തെത്തിയ പോലെ. ഈ സെക്സിൻ്റെ ഒക്കെ മെയിൻ റാക്കറ്റ്. അതായത് 300 രൂപ 400 രൂപ റേറ്റ്. നമ്മളിങ്ങനെ മാടി മാടി കൈ പിടിച്ച് കൊണ്ടുപോകും അത് റൂമിലേക്ക്. പിന്നെ പല പല ഈ സംഭവമായിട്ടുള്ള പല പല മേഖലകൾ, AC റൂം അങ്ങനെയായിട്ട് കുറേ ഉണ്ട് കേട്ടോ. അത് പൊളി തന്നെ.